ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷമുള്ള 40-ാം ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകനും പുതിയ പരമോന്നത നേതാവുമായ ആയത്തുള്ള സയ്യിദ് മുജ്തബ ഖമേനി പുറപ്പെടുവിച്ച വികാരാധീനവും ശക്തവുമായ സന്ദേശം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു യുഗപ്പിറവിയുടെ സൂചനയാണ് നൽകുന്നത്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടുന്ന സഖ്യശക്തികൾക്കെതിരെയുള്ള പോരാട്ടം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്നും ഇറാൻ ജനതയുടെ പോരാട്ട വീര്യം ഒട്ടും ചോർന്നു പോയിട്ടില്ലെന്നും ഈ സന്ദേശം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. ഖുറാൻ വചനങ്ങളോടെ ആരംഭിക്കുന്ന ഈ പ്രസ്താവന ഇറാന്റെ പ്രതിരോധത്തെയും ദേശീയ ഐക്യത്തെയും ഒരു വലിയ ആത്മീയ ദൗത്യമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ വിയോഗം ഇറാൻ ജനതയെ തളർത്തിയിട്ടില്ലെന്ന് മുജ്തബ ഖമേനി വ്യക്തമാക്കുന്നു. മറിച്ച് ഈ ദുഃഖത്തെ അവർ ഒരു വലിയ സമരവീര്യമാക്കി മാറ്റിയിരിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിലെ ക്രിമിനലുകളായി അദ്ദേഹം ശത്രുപക്ഷത്തെ വിശേഷിപ്പിക്കുമ്പോൾ ഇറാൻ ജനത അചഞ്ചലമായ മല പോലെ ഉറച്ചു നിൽക്കുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ആഴ്ചകളായി തുടരുന്ന സംഘർഷങ്ങളെ മൂന്നാം അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധം എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇതിനെ ഇറാന്റെ മൂന്നാം പവിത്ര പ്രതിരോധമായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ആയത്തുള്ള ഖമേനിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഗഹനമായ വിവരണങ്ങൾ സന്ദേശത്തിലുടനീളം കാണാം. അദ്ദേഹം വെറും ഒരു ഭരണാധികാരി മാത്രമായിരുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ശാസ്ത്രീയ പുരോഗതിക്കും വേണ്ടി നിലകൊണ്ട ഒരു വലിയ ദാർശനികനായിരുന്നുവെന്ന് മുജ്തബ ഓർമ്മിപ്പിക്കുന്നു. രാജ്യത്തെ യുവജനതയുടെ കഴിവുകളെ തിരിച്ചറിയാനും പുതിയ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും അദ്ദേഹം കാണിച്ച ഔത്സുക്യം ഇറാന്റെ ഇന്നത്തെ സൈനികവും തന്ത്രപരവുമായ കരുത്തിന് അടിത്തറയിട്ടിട്ടുണ്ട്. 30-ാം വയസ്സിന് മുൻപേ രാഷ്ട്രീയ രംഗത്ത് സൂര്യനെ പോലെ ഉദിച്ചുയർന്ന അദ്ദേഹത്തെ ഖൊറാസാനിലെ ഖൊമേനി എന്ന് ശത്രുക്കൾ പോലും വിളിച്ചിരുന്ന കാര്യം അദ്ദേഹം അനുസ്മരിച്ചു. വിജയം ഇറാൻ ജനതയ്ക്കൊപ്പമാണെന്ന ഉറച്ച വിശ്വാസമാണ് ഈ പ്രസ്താവനയുടെ കാതൽ. ഇസ്ലാമിക് റിപ്പബ്ലിക് ഒരു വൻ ശക്തിയായി മാറിയിരിക്കുന്നുവെന്നും ശത്രുക്കൾ തകർച്ചയുടെ പാതയിലാണെന്നും അദ്ദേഹം പറയുന്നു. ചർച്ചകൾക്ക് തയ്യാറാണെന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും ജനങ്ങൾ തെരുവുകളിൽ തങ്ങളുടെ സാന്നിധ്യം തുടരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ജനങ്ങളുടെ ഈ സമരവീര്യമാണ് ചർച്ചാമേശകളിൽ ഇറാന് മുൻതൂക്കം നൽകുന്നത്. സമാധാനത്തിനു വേണ്ടിയുള്ള ആഗ്രഹമുണ്ടെങ്കിലും തങ്ങളുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ലെന്ന കർശനമായ നിലപാടാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മേഖലയിലെ അയൽ രാജ്യങ്ങൾക്കും സന്ദേശം ശക്തമായ താക്കീത് നൽകുന്നുണ്ട്. പിശാചുക്കളുടെ വ്യാജ വാഗ്ദാനങ്ങളിൽ വീഴാതെ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനാണ് അദ്ദേഹം അറബ് രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇറാനുമേൽ ആക്രമണം നടത്തിയ ക്രിമിനലുകളെ ശിക്ഷിക്കാതെ വിടില്ലെന്നും യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്കും രക്തസാക്ഷികൾക്കും പകരമായി പൂർണ്ണമായ നഷ്ടപരിഹാരം ഈടാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഒരു പുതിയ ഘട്ടത്തിലേക്ക് മാറ്റുമെന്ന പ്രസ്താവന ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ദേശീയ ഐക്യത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് ഇറാനിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നതകൾ അവസാനിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. എല്ലാവരും ഒരു കൊടിക്കീഴിൽ ഒന്നിച്ചണിനിരക്കുന്നത് ഇറാന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്നു. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള വ്യാജ വാർത്തകളെ ജാഗ്രതയോടെ കാണണമെന്നും ഇറാന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ മാധ്യമങ്ങളെ വിശ്വസിക്കരുതെന്നും അദ്ദേഹം ജനങ്ങളെ ഉപദേശിക്കുന്നു. ഈ പോരാട്ടം കേവലം രാഷ്ട്രീയമല്ലെന്നും അത് ആത്മീയമായ ഒന്നാണെന്നും ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് സന്ദേശം അവസാനിക്കുന്നത്. ഇമാം മഹദിയുടെ അനുഗ്രഹത്താൽ ഈ യുദ്ധത്തിലും ചർച്ചകളിലും ഇറാൻ വിജയിക്കുമെന്ന് മുജ്തബ ഖമേനി പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. രക്തസാക്ഷികളുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ ഒരു ശക്തമായ ഇറാൻ എന്ന സ്വപ്നത്തിലേക്കുള്ള പ്രയാണത്തിൽ ജനങ്ങൾ ഒന്നിച്ചു മുന്നേറണമെന്ന ആഹ്വാനത്തോടെയാണ് ഈ ചരിത്രപരമായ സന്ദേശം സമാപിക്കുന്നത്.